ഹലോ, ഇന്നത്തെ ഓർഡർ നമുക്ക് കുറച്ചധികം സ്പെഷ്യലാണേ. സ്വന്തം ചേച്ചിക്ക് വേണ്ടി ഒരു അനിയത്തിക്കുട്ടിലാണ് ഓർഡർ ചെയ്തത്. ചേച്ചി അങ്ങ് ബഹ്റിനിലായതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ഒരാളുടെ കയ്യിൽ കൊടുത്തു വിടാൻ വേണ്ടി അനിയത്തി സെറ്റാക്കുന്ന ഈ ഹാമ്പർ ഓൾക്കും നമുക്കും കുറച്ചധികം സ്പെഷ്യലാണ്. ഇനി ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്യുന്ന നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ കുറച്ച് ഷ്രെഡഡ് പേപ്പർ നമ്മൾ ഈ ബോക്സിൻ്റെ വാരി ഇടുന്നുണ്ട്. അതിനുശേഷം ലെയോ വാട്ടറുകളുടെ അടിപൊളി പെർഫ്യൂമും ചേച്ചിയുടെ 3 ഫോട്ടോ ഒക്കെ വെച്ച് നല്ല അടിപൊളി ഒരു ഫോട്ടോ ഫ്രെയിമും നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ ഫ്രെയിം. ഏതൊരു വേളയും ആനന്ദകരമാക്കുന്നത് മധുരമാണെന്നാണല്ലോ പറയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഗാലക്സിയുടെ 5 ചോക്ലേറ്റും ഈ ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പെർഫ്യൂമും ഫോട്ടോ ഫ്രെയിമും ചോക്ലേറ്റും ഒക്കെ വെച്ച് തേണ്ട് നമ്മൾ നമ്മുടെ ഹാമ്പർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം വിഷസ് ഒക്കെ എഴുതി റിബണൊക്കെ കെട്ടി നല്ലൊരു കവർ വെച്ച് നമ്മൾ അടച്ചു വെച്ചു. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. കണ്ടില്ലേ, ചേച്ചി ഒരുപാട് ഹാപ്പി ആയിരുന്നു. വേറൊരു ഓർഗനൈസിംഗ് വീഡിയോ കാണാം. ഹലോ, ഇത് നമുക്ക് കിട്ടിയ പുതിയ ഓർഡറാണേ. ഈ ഹാമ്പർ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ഈ ഓർഡർ തന്ന ആളെ പറ്റി ഞാനൊന്ന് പറയാം. 31 ഡിസംബറിന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സ്വന്തം ഫ്രണ്ടിന് വേണ്ടി ഒരാൾ തന്ന ബർത്ത്ഡേ ഹാമ്പർ ഓർഡറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഷ്രെഡഡ് പേപ്പർ ഈ ബോക്സിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബർത്ത്ഡേ ഗേളിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഫോട്ടോ ഒക്കെ വെച്ച് നല്ല അടിപൊളി ഫോട്ടോ ഫ്രെയിം ചെയ്ത് നമ്മൾ ഈ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രെയിമിൻ്റെ ഒത്ത സൈഡിലായിട്ട് നമ്മൾ നല്ലൊരു ചുമന്ന റോസാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ്സും നമ്മൾ ഈ ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗാലക്സിയുടെ 2 ചോക്ലേറ്റും ഡയറി മിൽക്കിൻ്റെ 2 ചോക്ലേറ്റും ഈ ഹാമ്പറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഫോട്ടോ ഫ്രെയിമിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഗാലക്സി, താഴെയായിട്ട് ഡയറി മിൽക്ക് നമ്മൾ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ നല്ലൊരു ടെഡി ബെയർ ഈ ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആളൊരു വലിയ കുട്ടിയാണെങ്കിൽ മനസ്സ് സ്വഭാവമൊക്കെ ചെറിയ കുട്ടികളായതുകൊണ്ട് നമ്മൾ ടെഡി ബെയർ വെച്ച് കൊടുക്കുന്നു. അല്ലെങ്കിൽ ടെഡി ബെയറിനെ ലാളിക്കാൻ പ്രായം നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതിനുശേഷം നമ്മൾ ബർത്ത്ഡേ വിഷസ് എഴുതിയ 2 കാർഡ് നമ്മൾ ഈ ഹാമ്പറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇംഗ്ലീഷിൽ, ഒന്ന് മലയാളത്തിൽ. അതിനുശേഷം റിബണൊക്കെ കെട്ടി വിഷസ് ഒക്കെ എഴുതി ഒരു കവർ വെച്ച് നമ്മൾ ഈ ഹാമ്പർ അടച്ചു വെച്ചു. ഇതാണ് നമ്മുടെ ഫൈനൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.